എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ റുട്ടീനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള വ്ളോഗുകളിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂഷ്വൽ റുട്ടീൻ കഴിഞ്ഞിട്ട്, അതുപോലെ 4 മണി ആ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റാൽ തഹജ്ജുദ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സമയം, അതായത് വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞാൻ പഠിക്കാനെടുക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടുതൽ ശ്രദ്ധ വേണ്ട, ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ പഠിക്കേണ്ട ബ്ലോക്കുകൾ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എഴുതിയെടുക്കുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കും, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ പഠിക്കാൻ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത്, നോട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. എനിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് ആക്കും. നമ്മുടെ ടെക്സ്റ്റ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി അല്ല, കുറച്ച് ടഫ് ആണ് ഇന്നത്തെ ടെക്സ്റ്റുകൾ. അപ്പോൾ അതിനുള്ള നോട്ട്സൊക്കെ ഇരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഏകദേശം ഒരു 2 hours ഞാൻ അവിടെ അതേപോലെ ഇരുന്ന് എഴുതിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ഒരു സ്മൂത്തി പോലെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബാക്കൗട്ടാണ്. അപ്പോൾ അത് കാരണം തന്നെ ഡേറ്റ്സും നട്ട്സും പിന്നെ ഏത്തപ്പഴമൊക്കെ കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസ് പോലെയാണ് കുടിച്ചത്. പിന്നെ കറുത്ത മുന്തിരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതെടുത്ത് കഴിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അയണൊക്കെ കൂടാൻ നല്ലതാണെന്ന് പറയും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഇക്കാക്കും അതാണ് ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് സാധാരണ പുട്ടും പഴം എന്തെങ്കിലും കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പുട്ട്. പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. ഇപ്പോൾ ഞാൻ തൽക്കാലം അരിപ്പൊടി എടുത്തിട്ട് വാട്ടി നമ്മൾ ഉണ്ടാക്കുമല്ലോ, മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ച് പുട്ടിൻ്റെ പൊടിയാക്കി സെറ്റാക്കി എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊരു മാറ്റം വരുമ്പോഴാണ് ആ പുട്ട്, അല്ലെങ്കിൽ പുട്ട് മടുത്തു പോകും നമുക്ക് പെട്ടെന്ന്. അപ്പോൾ ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് മാറ്റി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൊരിയിച്ചിട്ട് കുറച്ച് സവാള നന്നായി വഴന്ന് കഴിയുമ്പോൾ അത് വേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഈ ബീഫും കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയുടെ മസാല സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മസാല റെഡിയായി. ഒപ്പം ഞാൻ ഉച്ചക്കലത്തേക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും വേവിച്ചു. പരിപ്പ് വേവിക്കുമ്പോൾ മഞ്ഞളും കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കും. 3 സെക്ഷനായിട്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് സാധാ പ്ലെയിൻ പുട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടാക്കി, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പുട്ടും റെഡിയാക്കി. അപ്പോൾ ഉച്ചക്കലത്തേക്ക് സാമ്പാർ, അവിയൽ, പിന്നെ നെല്ലിക്ക, കുറച്ച് ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ 3 ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ അധികം അരിയാൻ, അപ്പോൾ അതൊക്കെ ഒന്നിച്ചങ്ങ് അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് വിശന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത്, പിന്നെ ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീട് ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ എടുത്തു. പിള്ളേർ വലിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തു. മേശയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കലത്തെ പണിയിലേക്ക് കടന്നത്.
അപ്പോൾ എൻ്റെ സാമ്പാർ റെസിപ്പി ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇപ്പോൾ കുറേ നാൾ ചെയ്ത് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത്. പരിപ്പ് വേവിച്ചതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടും. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ മത്തങ്ങ, ചേന, അതുപോലെ കുമ്പളങ്ങ, ബീൻസ്, ക്യാരറ്റ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇടും. ഇതിനൊക്കെ ഇച്ചിരി വേവ് അധികം വേണ്ടതാണല്ലോ. തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലൊന്നും ഇതിൻ്റെ ഒപ്പം ഇടില്ല. അത് ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയാണ്, വേറൊരു സെക്ഷനായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം 1 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നുകൂടി കുക്കറിലിട്ട് വേവിക്കും. ഒരു വിസിൽ കേട്ട് കുറച്ച് നേരം കുറച്ചിട്ടിട്ട് അത്രയും നേരം ഞാൻ വേവിച്ചെടുക്കും. അപ്പോൾ സാമ്പാർ വേവുന്ന ആ സമയം കൊണ്ട് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ശ്രദ്ധിച്ചൊന്നും ഉണ്ടാക്കുന്ന ആളില്ല. അപ്പോൾ എൻ്റെ സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ പെട്ടെന്ന് വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാവുമായിരുന്നു. വിഷുവിന് മുമ്പ് എൻ്റെ ഉമ്മ ഇട്ടിട്ട് തന്നു വിട്ടതാണ്. അപ്പോൾ അതെൻ്റെ കംപ്ലീറ്റ് തീർന്നു. ഒരു വലിയ ഭരണി നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഉപ്പുമാങ്ങ. അപ്പോൾ അതങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്കയും കുറച്ചധികം നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ഉപ്പിലിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ച് നെല്ലിക്ക ഉണ്ടായപ്പോൾ അത് ഉച്ചക്കലത്തേക്ക് ചമ്മന്തി ആക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ സാമ്പാറിൽ നേരത്തെ പറഞ്ഞല്ലോ, വെണ്ടയ്ക്ക ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് അതിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പുളി ഒഴിച്ചിട്ട് ആ വെള്ളത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വെണ്ടയ്ക്കയും ഇതും മുരിങ്ങാക്കോലും ഒക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ താളിക്കില്ലേ, കടുക്, ഉലുവ, അതിൻ്റെ ഒപ്പം അതുപോലെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടും. പിന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ട് ആ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് എനിക്കിഷ്ടമല്ല സാമ്പാറിൽ. അപ്പോൾ അതും നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പച്ചക്കറി, ചിലപ്പോൾ തക്കാളി ഇതിനകത്ത് ഇടും, അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കും. പിന്നെ മുരിങ്ങാക്കോലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പുളി വെള്ളത്തിലിട്ടിട്ട് ആണ് വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ വെണ്ടക്ക നന്നായി വഴറ്റി അതിന് ശേഷം മുരിങ്ങാക്കോൽ ഇട്ടതിന് ശേഷം ഞാൻ സാമ്പാർ പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും വേവുന്നത്. അപ്പോൾ ഏതായാലും സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി അവിയൽ ഉണ്ടാക്കണം. അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. തേങ്ങ എൻ്റെ ഒരു 2 കൈപ്പിടിയിൽ ഉള്ള അത്രയും, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത്രയും തേങ്ങയും അതിനൊരു 8-10 ഉള്ളിയൊക്കെ എടുക്കാറുണ്ട്. ചെറിയ ഉള്ളി ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഇടും ഞാൻ, പിന്നെ വേപ്പലിടും, പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ഒതുക്കിയെടുക്കും അരപ്പ്. അങ്ങനെയാണ് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അവിയലിന് സാമ്പാറിൽ തന്നെയുള്ള യൂസ് ചെയ്യുന്ന പച്ചക്കറികളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. മത്തങ്ങ, ചേന, അതുപോലെ മുരിങ്ങാക്കോല്, പിന്നെ ബീൻസ് ഇതൊക്കെ ഇടും. മുരിങ്ങാക്കോല് ഞാൻ പക്ഷേ കുറച്ചൊന്ന് ഇത് വെന്തതിന് ശേഷം ഇടുള്ളൂ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം
കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനിടും. ഒരു 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വേവും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കുമാണ് ഞാൻ മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് മോന് മദ്രസയിലത്തെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ മോളും കൂടെ ഇരുന്ന് കാണുന്നുണ്ട്. ചില ദിവസം ക്ലാസ് അവൾ അറ്റൻഡ് ചെയ്യും, അല്ലാത്ത ദിവസം അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. മോനപ്പോൾ ക്ലാസ് അത് കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും മദ്രസയിൽ നിന്ന്, അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ അറബിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് ഓൺലൈൻ ആയിട്ട് ഗൂഗിൾ മീറ്റ് വഴി ആണ് ക്ലാസ്. അപ്പോൾ അങ്ങനെ ക്ലാസ് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കാണ് ഇംഗ്ലീഷും മലയാളമൊക്കെ വേറെ മിസ്സാണത്. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ ക്ലാസ്. ഓൾമോസ്റ്റ് ഒരു 5 മണി വരെ അവരുടെ ആക്ടിവിറ്റീസും ക്ലാസ്സുമായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ വർഷത്തെ അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും അത്യാവശ്യം ഈ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ കൂടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വൃത്തിക്ക് അങ്ങ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അവിയലിൽ അരപ്പ് ഞാൻ ചേർത്തു. ഇനി അത് ചേർത്തിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കും. ശരിക്കും നല്ല കട്ടി തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിലിരുന്നത് കുറച്ച് സാധാരണ ഇത്തിരി ലൂസായിട്ടുള്ള തൈരായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു ഒരു ലിക്വിഡ് പോലെ ആയിപ്പോയി. ശരിക്കും അവിയലിന് നല്ല കട്ടി ഉള്ള തൈരാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെയിം മിക്സിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേങ്ങയും നെല്ലിക്കയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ടു കേട്ടോ, ഒന്ന് 3ആയിട്ട് കഷ്ണിച്ചിട്ട് പിന്നെ കുറച്ച് വേപ്പില ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ചമ്മന്തി നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 4 മണി 5 മണിയുടെ ഇടയിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതെല്ലാം ഇനിയിപ്പോൾ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കലത്തെ ഭക്ഷണമാണെങ്കിലും പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുന്നേ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടൊക്കെ വൃത്തികേടാവുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരുടെ പഠിപ്പും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ രാവിലെ പഠിക്കുന്ന ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടതൊക്കെ വീണ്ടും പഴയപടി തന്നെ ആവും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നെല്ലിക്ക നാരങ്ങ കിട്ടി, അതൊക്കെ ഉപ്പിലിട്ടു. പിന്നെ മോനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കായിരുന്നു ഉച്ചക്ക് കൂടുതലും ശ്രദ്ധ കൊടുത്ത്. പിന്നെ കുറച്ച് നേരം ഞാൻ പഠിക്കാനൊക്കെ ഇരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. അപ്പോൾ ഇതാണ് മോർണിംഗ് റുട്ടീൻ. മാത്രമാണ് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.